വി ശിവദാസൻ, ആശാ തൊഴിലാളികൾക്ക് വേണ്ടി CITU പല സംസ്ഥാനങ്ങളിലും സമരം ചെയ്തിട്ടുണ്ട്. താങ്കളുടെ സഹപ്രവർത്തക AR സിന്ധുവിന്റെ നേതൃത്വത്തിൽ സമീപകാലത്ത് പോലും സംസ്ഥാനങ്ങളിൽ CITUവിന്റെ സമരം ഉണ്ടായിട്ടുണ്ട്. സീതാറാം യെച്ചൂരി ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹം ഇതിനെ പിന്തുണച്ച് നടത്തിയ പ്രസ്താവന ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഉണ്ട് താനും. അപ്പോൾ CITUവിന് വിവിധ സംസ്ഥാനങ്ങളിൽ ഓണറേറിയം ഉയർത്തണം എന്ന് പറഞ്ഞ് സമരം ചെയ്യാം, അതിൽ കുഴപ്പമില്ല. ഇവിടെ കേരളത്തിലെ ആശാ വർക്കേഴ്സ് കേരളത്തിന്റെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം ചെയ്താൽ കേരള മാതൃകയെ, കേരളത്തിന്റെ സൽപ്പേരിനെ, കേരളത്തിന്റെ കീർത്തിയെ തകർക്കാനുള്ള ശ്രമം എന്ന് പറഞ്ഞാൽ എന്തൊരു വലിയ ഇരട്ടത്താപ്പാണത്. ഇവിടെ നമ്മുടെ ട്രേഡ് യൂണിയൻ പ്രതിനിധി എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വാക്കുകളൊന്നും ശ്രദ്ധിക്കുന്നതല്ലായിരിക്കും. അദ്ദേഹം ഇന്നലെ JP നന്ദ പാർലമെൻറ്റിൽ പണം ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത് സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പറഞ്ഞതെന്നാണ് ഞാൻ കേട്ടത്. അങ്ങനെയല്ലേ അഭിലാഷേ പറഞ്ഞത്? അങ്ങനെയാണ് പറഞ്ഞത്. അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ അവർ പ്രശ്നം തീർന്നല്ലോ. ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കാമെന്ന് JP നന്ദ പാർലമെൻറ്റിൽ സംസാരിച്ചു കഴിഞ്ഞുവെങ്കിൽ ഇന്ത്യയുടെ ആരോഗ്യ മേഖലയാകെ കൈകാര്യം ചെയ്യുന്ന വലിയ ഫണ്ടിൻ്റെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന മന്ത്രി ഉയർത്താമെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോൾ പിന്നെ അവരുടെ പ്രശ്നം ഈ പറഞ്ഞ അടിസ്ഥാനപ്പെടുത്തിയാണ് കഴിഞ്ഞല്ലോ. 2, എന്തിനാണ് ഇങ്ങനെ BJP സർക്കാരിനെ ന്യായീകരിക്കുന്നത്? എന്താണ് BJPയുടെ ഒരു സോഫ്റ്റ് കോർണർ? BJPയുടെ നേതാവായിട്ട് JP നന്ദ വർദ്ധിപ്പിക്കാം എന്ന് പറഞ്ഞതായി ഞാൻ പാർലമെൻറ്റിലിരിക്കെ കേട്ടിട്ടില്ല. വർദ്ധിപ്പിക്കാം എന്ന് പറഞ്ഞതായി ഞാൻ കേട്ടിട്ടില്ല. വർദ്ധിപ്പിച്ചു എന്ന് കേട്ടിട്ടില്ല. ആ കേട്ടവർ ഇത്രയും വലിയൊരു പ്രഖ്യാപനത്തെ മുൻനിർത്തിക്കൊണ്ട് സമരം അവസാനിപ്പിച്ച് പോകാലോ. 2, എന്തിനാണ് LDFിൻ്റെ പ്രകടന പത്രികയിൽ പറയാത്ത കാര്യം ഇവിടെ പറഞ്ഞത്? 700 രൂപ LDF അധികാരത്തിൽ വന്നാൽ ആശാ വർക്കർമാർക്ക് നൽകും എന്ന് പ്രകടന പത്രികയിൽ എഴുതി വച്ചിട്ടുണ്ടോ? എന്തിനാണ് ഇങ്ങനെ തെറ്റായ കാര്യം, യാതൊരു വസ്തുതയും അടിസ്ഥാനപ്പെടുത്തി വസ്തുതകളും ഇല്ലാത്ത കാര്യം ഇതുപോലൊരു ചർച്ചയിൽ വന്നിട്ട് പറയുന്നത്? പിന്നെ മൂന്നാമത്തെ കാര്യം എന്താണ്? അദ്ദേഹത്തിൻ്റെ ചർച്ചക്കിടയിൽ അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണ്? ട്രേഡ് യൂണിയൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ആശാ വർക്കർമാർ എന്ന നിലയിൽ അവർക്ക് ട്രേഡ് യൂണിയൻ റൈറ്റ് ഉണ്ട് എന്നുള്ള നിലയിലാണ് അദ്ദേഹം പറഞ്ഞു വന്നിട്ടുള്ളത്. ഞാൻ അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തുന്നത്, ഇന്നേ വരെ യൂണിയൻ ഗവൺമെൻറ് ആശാ വർക്കർമാർക്ക് വർക്കർ എന്ന സ്റ്റാറ്റസ്, ഞാൻ വർക്കർ എന്ന് പറയുന്നത് തൊഴിലാളി യൂണിയൻ, ട്രേഡ് യൂണിയനകത്ത് പ്രവർത്തിക്കാൻ പറ്റുന്ന ട്രേഡ് യൂണിയൻ റൈറ്റുള്ള തൊഴിലാളികളായിട്ട് ആശാ വർക്കർമാരെ യൂണിയൻ സർക്കാർ കണ്ടിട്ടുണ്ടോ? അല്ല, യൂണിയൻ സർക്കാർ അങ്ങനെ കണ്ടിട്ടില്ല. അങ്ങ് ആശാ വർക്കർമാരെ തൊഴിലാളികളായി പരിഗണിക്കണം എന്ന നിലപാടുള്ള ആളാണല്ലോ. അങ്ങയുടെ പാർട്ടിയുടെ ട്രേഡ് യൂണിയനും ആ നിലപാടുള്ള ആളുകളാണല്ലോ. അപ്പൊ ആ തൊഴിലാളികൾക്ക് കൊടുക്കുന്ന ആനുകൂല്യം അവർക്ക് കൊടുക്കണ്ടേ? നിങ്ങളുടെ പ്രകടന പത്രികയിൽ മിനിമം കൂലി തൊഴിലാളികൾക്ക് 700 രൂപയാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇവർ തൊഴിലാളികളാണ് എന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ ആ തൊഴിലാളികളുടെ ആനുകൂല്യം ഇവർക്ക് കൊടുക്കേണ്ട എന്ന് പറയുന്നതിന്റെ യുക്തി എന്താണ്? അഭിലാഷേ, വീണ്ടും അഭിലാഷിൻ്റെ ചോദ്യം രസകരമാണ്. അവരെങ്ങനെ ആശാ വർക്കർ എന്ന് പറയുന്ന നമ്മുടെ ആശാ വർക്കേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ സ്കീം എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യപ്പെടുന്നത്? അത് യൂണിയൻ ഗവൺമെൻറ് ആരംഭിച്ചിട്ടുള്ള ഒരു സ്കീമാണ്. ആ സ്കീമിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റും യൂണിയൻ ഗവൺമെൻറ്റും തമ്മിലുള്ള കരാർ പ്രകാരം അതിനകത്ത് 60% തുക നൽകേണ്ടുന്നതിനുള്ള ഉത്തരവാദിത്വം യൂണിയൻ ഗവൺമെൻറ്റിനും ബാക്കി വരുന്ന 40% തുക നൽകേണ്ടുന്ന ഉത്തരവാദിത്വം സ്റ്റേറ്റ് ഗവൺമെൻറ്റിനുമാണ്. 60:40 എന്ന അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ആരംഭിച്ചിട്ടുള്ള ഒരു സ്കീം. ആ സ്കീമിനകത്ത് അവർ തൊഴിലാളികളാണോ അല്ലയോ എന്ന നിർവചനം നൽകേണ്ടത് യൂണിയൻ ഗവൺമെൻറ്റാണ്. തൊഴിലാളികളെന്ന നിർവചനം നൽകണം എന്നുള്ളതാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. അത് ഏതെങ്കിലും ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളെ അനുസരിച്ചല്ല തീരുമാനിക്കപ്പെടേണ്ടത്. അത് യൂണിയൻ ഗവൺമെൻറ്റിനാൽ തീരുമാനിക്കപ്പെടേണ്ടതാണ്. കാരണം യൂണിയൻ ഗവൺമെൻറ്റാണ് ഈ സ്കീം ആരംഭിച്ചിട്ടുള്ളത്. സാങ്കേതികത്വം പറഞ്ഞ് ഒഴിവാകലാണ്. ഞാനത് വിശദീകരിക്കാം. അത് സാങ്കേതികത്വം പറഞ്ഞ് ഒഴിവാണ്. താങ്കൾ പറഞ്ഞതൊക്കെ വസ്തുതയാണ്, അതിലൊന്നും എനിക്ക് തർക്കമില്ല. ഇവർ അക്രഡിറ്റഡ് സോഷ്യൽ വർക്കർമാരാണ്. ഇവരെ വുമൺ വോളണ്ടിയേഴ്സ് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. ഇതൊക്കെ ശരിയാണ്. അവരെ തൊഴിലാളികൾ എന്ന സ്റ്റാറ്റസ് കൊടുത്ത് തൊഴിലാളികളാക്കേണ്ടത് കേന്ദ്രവുമാണ്, അതും ശരിയാണ്. പക്ഷേ ഇവർ ഈ പറഞ്ഞ അക്രഡിറ്റഡ് സോഷ്യൽ വളണ്ടിയർമാരായിരിക്കുമ്പോൾ തന്നെ അവർക്ക്
ആനുകൂല്യങ്ങൾ കൊടുത്തിട്ടുള്ള സംസ്ഥാനം ഉണ്ടല്ലോ. ഈ പറഞ്ഞ ആശാ വർക്കേഴ്സിന്, ആശാ വോളണ്ടിയർമാർക്ക് ഗ്രാറ്റുവിറ്റി കൊടുക്കേണ്ട കാര്യമില്ലല്ലോ സംസ്ഥാനങ്ങൾക്ക്. പക്ഷെ ആന്ധ്രാപ്രദേശ് ഗ്രാറ്റുവിറ്റി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ പറയുന്ന വോളണ്ടിയർമാർക്ക് പെൻഷൻ കൊടുക്കേണ്ട ബാധ്യത ഇല്ലല്ലോ ആർക്കും. ഈ പറയുന്ന വോളണ്ടിയർമാർക്ക് വിരമിക്കൽ ആനുകൂല്യം കൊടുക്കേണ്ട, ഒറ്റത്തവണ വിരമിക്കൽ ആനുകൂല്യം കൊടുക്കേണ്ട ബാധ്യത ഇല്ലല്ലോ സംസ്ഥാനങ്ങൾക്ക്. എന്നിട്ടും പശ്ചിമ ബംഗാളും ഹരിയാനയും കൊടുക്കുന്നുണ്ട്. അപ്പൊ അവർ സോഷ്യൽ വർക്കർമാരായിരിക്കുമ്പോൾ തന്നെ ആന്ധ്രാപ്രദേശും ഹരിയാനയും പശ്ചിമ ബംഗാളും ഒക്കെ ഈ പറഞ്ഞ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ഇവരെ സോഷ്യൽ വർക്കർമാരായി നിലനിർത്തിക്കൊണ്ട് തന്നെ കേരളത്തിനും കൊടുക്കാം എന്നുള്ളതിന്റെ കൃത്യമായ മാതൃക നമ്മുടെ മുമ്പിലുണ്ട്. ഇനി അഭിലാഷ് കേൾക്കൂ. ഇനി ഞാൻ അഭിലാഷിനോട് സംശയം ചോദിക്കാം. അഭിലാഷ് ഹരിയാന, ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങളൊക്കെ എടുക്കുകയാണ്. നമുക്ക് ഹരിയാനയും ബംഗാളും ഏതെങ്കിലും ഒരു സംസ്ഥാനം എടുക്കുക. ഹരിയാനയാണല്ലോ നമ്മൾ എടുത്തത്. ഞാൻ ഹരിയാനയിൽ തന്നെ ചോദിക്കുകയാണ്, ഹരിയാനയിൽ എത്ര രൂപയാണ് ആശാ വർക്കേഴ്സിന് പെൻഷൻ കൊടുക്കുന്നത്? അഭിലാഷ് പറഞ്ഞോളൂ. ഞാൻ വിരമിക്കൽ ആനുകൂല്യത്തെ കുറിച്ച് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. 2 ലക്ഷം. രണ്ടാമത്തേത് പെൻഷൻ ആണല്ലോ. അഭിലാഷ് പറഞ്ഞോളൂ, എത്ര രൂപയാണ് പെൻഷനാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അതാ ചോദിക്കുന്നു, പെൻഷൻ കൊടുക്കുന്നു എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അഭിലാഷ് പറഞ്ഞ പെൻഷൻ കൊടുക്കണം എന്നുള്ളതിനോട് എനിക്ക് വിയോജിപ്പുള്ളതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്. പക്ഷേ എന്റെ ചോദ്യം പെൻഷൻ കൊടുത്തു എന്ന് പറയുന്നതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എത്രയാണ് കൊടുക്കുന്നത്. ബംഗാളിൽ എത്രയാണ് കൊടുക്കുന്നത്, ഹരിയാനയിൽ എത്രയാണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇനി പെൻഷനൊക്കെ ഇനി കൊടുക്കേണ്ട കാര്യങ്ങളാണ്. ഇനി വിരമിക്കൽ ആനുകൂല്യത്തിന്റെ കാര്യം ഞാൻ നേരത്തെ തന്നെ അഭിലാഷ് വിരമിക്കൽ ആനുകൂല്യത്തിന്റെ കാര്യം ഞാൻ നേരത്തെ തന്നെ വിശദീകരിച്ചു കഴിഞ്ഞു. എങ്ങനെയാണ് വിശദീകരിച്ചത്? എങ്ങനെയാണ് സർവീസിലിരിക്കെ തന്നെ കേരളത്തിൽ ഹരിയാനയിൽ പ്രവർത്തിക്കുന്ന ഒരാളെക്കാൾ കൂടുതൽ വരുമാനം കേരളത്തിലെ ആശാ വർക്ക് കിട്ടുന്നതെന്ന് ഞാൻ വിശദീകരിച്ചു. പക്ഷേ അത് പറയുമ്പോൾ തന്നെ ഞാൻ പറയുകയാണ്, ആശാ വർക്കേഴ്സിനെ തൊഴിലാളികളായി യൂണിയൻ ഗവൺമെന്റ് അംഗീകരിക്കുകയും അവർക്ക് മിനിമം വേതനം ഉറപ്പുവരുത്തുകയും ചെയ്യണം എന്ന നിലപാടാണ് ഞാൻ വെക്കുന്നത്. പക്ഷേ അതിന്റെ ഭാരം ഇപ്പോ അങ്ങയുടെ ഒരു പോയിന്റ്, ഞാൻ അങ്ങയുടെ അതേ വാദം ഖണ്ഡിക്കാതെ തന്നെ ഒരു കാര്യം പറയാം. ഇപ്പൊ പറഞ്ഞു അല്ല ഒറ്റ സെക്കൻഡ്. ഇപ്പൊ ഓണറേറിയം സംസ്ഥാനം കൊടുക്കുന്ന ഓണറേറിയം അല്ല, സംസ്ഥാനം കൊടുക്കുന്ന ഓണറേറിയം കേരളമാണ് ഹരിയാനയേക്കാൾ കൂടുതൽ കൊടുക്കുന്നത് എന്നുള്ളതാണല്ലോ താങ്കളുടെ വാദം. ഹരിയാന കൊടുക്കുന്നത് 6100 കേരളം കൊടുക്കുന്നത് 7000 ആകെ 900 രൂപയുടെ വ്യത്യാസമാണ് ഹരിയാനയും കേരളവും തമ്മിൽ ഈ ഓണറേറിയം കൊടുക്കുന്ന കാര്യത്തിലുള്ളത്, സംസ്ഥാനം കൊടുക്കുന്ന കാര്യത്തിലുള്ളത്. കേരളം എന്ന് പറഞ്ഞാൽ സാമൂഹ്യ പുരോഗതിയിൽ 1ാം സ്ഥാനത്തുള്ള, എത്രയോ കാലമായുള്ള, ഇടതുപക്ഷ ബദലുള്ള, കേരള മോഡലിൽ നിന്ന് നമ്മൾ വാഴ്ത്തിപ്പാടുന്ന ഉയർന്ന സാമൂഹ്യ നിലവാരവും ജീവിത ചെലവുമുള്ള സംസ്ഥാനമാണ്. നോക്കൂ, വിവിധ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിൽ വന്ന് ഗൾഫിൽ ഇവിടുന്ന് മലയാളികൾ പോയി പണിയെടുക്കുന്ന പോലെ പണിയെടുക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ ഉയർന്ന കൂലി ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു സംസ്ഥാനമായ നമ്മൾ ഹരിയാനയേക്കാൾ 900 രൂപ ഓണറേറിയമായി നമ്മൾ കൂടുതൽ കൊടുക്കുന്നില്ലേ? പിന്നെ അവർ 2 ലക്ഷം കൊടുക്കുന്ന വിരമിക്കൽ ആനുകൂല്യം ഒരു വലിയ കാര്യമാണോ എന്ന് ചോദിക്കുന്നത് താർക്കിക യുക്തിയാണ്. അന്ന് തന്നെ അതൊന്ന് പരിശോധിച്ചു നോക്കൂ. ഇനി ഞാൻ പറഞ്ഞോട്ടെ അഭിലാഷ്, ഇനി ഞാൻ പറയാം അഭിലാഷ്. ജസ്റ്റ് ഒന്ന് ഞാൻ എനിക്ക് മുമ്പ് 2 കോൺഗ്രസിന്റെയും പ്രതിനിധി പറഞ്ഞ കാര്യത്തോട് ഒന്ന് മറുപടി പറയാൻ കൂടി ചെയ്യണല്ലോ. അതില് കോൺഗ്രസിന്റെ പ്രതിനിധി പറയണ്ടായി, ഈ LDF സർക്കാർ പിണറായി വിജയൻ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടെന്നൊക്കെ പറയണ്ടായി. ഉമ്മൻചാണ്ടി ഭരിച്ചിരുന്നല്ലോ, എന്താ കൊടുത്തിരുന്നത്? എന്തായിരുന്നു ഉത്സവ പത്ത? ആരാ തുടങ്ങിയത് ഉത്സവത്തിന്? ഒരു ചെറിയ സഹായം കൊടുത്ത ആരാ? ഇടതുപക്ഷം ഭരിക്കുമ്പോഴല്ലേ കൊടുത്തത്? ഇടതുപക്ഷം ഭരിക്കുമ്പോഴല്ലേ ആ പെൻഷൻ ഒന്ന് ഉയർത്താൻ തീരുമാനിച്ചത്? എല്ലാ വിഭാഗത്തിൻ്റെയും 1980-ൽ നായനാർ കർഷക തൊഴിലാളിക്ക് പെൻഷൻ കൊടുക്കാൻ ഒരു ചെറിയ പൈസയായിരുന്നു. കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അത് പ്രത്യുൽപാദനപരമല്ലെന്നും തൊഴിലാളിയെ വഴിതെറ്റിക്കും, അവർ കിട്ടാതെ വെറുതെ കിട്ടുന്ന പൈസ ആയതുകൊണ്ട് ബീഡിയും മുറുക്കാനും വാങ്ങുന്നത് വർദ്ധിപ്പിക്കും, അത് ഒഴിവാക്കണം എന്ന് പറഞ്ഞൊരു പാർട്ടിയുടെ പേരാണ് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി. നായനാരുടെ സർക്കാരിനെ അവഹേളിച്ച പാർട്ടിയാണ്. അപ്പം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഈ കേരളത്തിലെ സർക്കാരിന് അർഹതപ്പെട്ട വിഹിതം യൂണിയൻ ഗവൺമെന്റ് നൽകാതിരിക്കുന്നു. ഇന്ത്യയിൽ യൂണിയൻ ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ പണം പല നിലയിലും സഹായിച്ചിട്ടുള്ള സംസ്ഥാനത്തിന്റെ പേരാണ് അഭിലാഷ് ഉത്തർപ്രദേശ്. BJPയുടെ പ്രതിനിധി അറിയാം. ആ ഉത്തർപ്രദേശ് കേരളത്തിൽ നിന്ന് ഉൾപ്പെടെ നികുതി പിരിച്ചിട്ട് അപ്പുറത്ത് കൊണ്ടു കൊടുക്കുകയാണ്. എവിടെ? ഉത്തർപ്രദേശിൽ കൊണ്ടു കൊടുക്കുകയാണ്. കേരളത്തിൽ നിന്ന് വലിയ നികുതി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന്, കേരളവും തമിഴ്നാടും ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് നികുതി പിരിച്ചിട്ട് കൊടുക്കുകയാണ്. എങ്ങോട്ട്? ഗുജറാത്തിലേക്ക്. അതുപോലെ സ്പെഷ്യൽ സ്കീമുകൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. എന്നിട്ടും ആ UPയിലെ സാധാരണക്കാർക്ക്, ഈ ആശാ വർക്കർമാരും അംഗൻവാടി പോത്തവരും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് എത്രയാണ് UP കൊടുക്കുന്നത്? കേൾക്കൂ. ഇനി അടുത്തത്, കോൺഗ്രസ് ഏറെ കാലം ഇന്ത്യ ഭരിച്ച സംസ്ഥാനമാണല്ലോ. എവിടെ? ജവഹർലാലിന്റെ നെഹ്റുവിന്റെ മണ്ഡലം, സോണിയാഗാന്ധിയുടെ മണ്ഡലം, രാജീവ് ഗാന്ധിയുടെ മണ്ഡലം ഒക്കെ ഉണ്ടായിരുന്ന അമേത്തിയെ കുറിച്ചാണ് അദ്ദേഹം, ആ അമേത്തിയുള്ള UPയെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. കേൾക്കൂ. ഗോമൂത്രം കുടിച്ചിട്ടും മറ്റുമൊക്കെ, പാലും ഗോമൂത്രവും കഴിച്ചിട്ട് രോഗം മാറ്റുന്ന ആളുകളുടെ സംസ്ഥാനം എന്ന് പറഞ്ഞു. ആ സംസ്ഥാനം എവിടെയാണെന്നറിയോ? ജവഹർലാലിനെ ജയിപ്പിച്ചിട്ടുള്ള, രാജീവ് ഗാന്ധിയെ ജയിപ്പിച്ചിട്ടുള്ള
സോണിയാഗാന്ധിയുടെ ജയിച്ചിട്ടുള്ള ആ സംസ്ഥാനമാണ്, കോൺഗ്രസ് ഏറെക്കാലം ഭരിച്ചിട്ടുള്ള സംസ്ഥാനമാണ്. എന്നാൽ അഭിമാനത്തോടെ ഞങ്ങൾക്ക് പറയാൻ പറ്റും എന്താണ്, ഈ കേരളത്തിന് അടിത്തറയിട്ടിട്ടുള്ള ക്ഷേമ പദ്ധതികളുടെ മുഴുവൻ സൃഷ്ടി എന്ന് പറയുന്നത് കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ നയങ്ങളാണ് 957 മുതൽ. അതുകൊണ്ട് കോൺഗ്രസിന്റെ പ്രതിനിധി കേരളത്തിന്റെ ചരിത്രം ഒന്ന് ഓർമ്മിക്കുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ട് ആശാ വർക്കർമാർ ഉൾപ്പെടെയുള്ള അംഗൻവാടി വർക്കർമാരുള്ള എല്ലാവരുടെയും കൂടെ ഞങ്ങളുണ്ട്. പക്ഷേ വഴിതെറ്റിക്കുന്ന സമരം, തെറ്റായ മുദ്രാവാക്യത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ സർക്കാരിനെ അട്ടിമറിക്കാനുള്ള സമരത്തിന്റെ കൂടെ കേരളത്തിലെ ആശാ വർക്കർമാരുണ്ടാവില്ല, സാധാരണക്കാരുണ്ടാവില്ല. കോൺഗ്രസും BJP-യും ചേർന്ന് കൊടകൈമാറ്റം കൊണ്ട് സമരത്തെ കേരളം പുച്ഛിച്ചു തള്ളുമെന്നുള്ളതേ പറയാനുള്ളൂ.